പുൽക്കൂടുകളിൽ 1000 ഉണ്ണികൾ പിറന്നാലും എൻ്റെ ചങ്കിൽ അവൻ ഇടമില്ലെങ്കിൽ ക്രിസ്മസ് വെറുതെയാണ്. അതിനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. എല്ലാവർക്കും എന്റെ വക ക്രിസ്മസ് ആശംസകൾ നേരുന്നു. സ്ഥിരീകരിക്കട്ടെ. സ്നേഹവും സമാധാനവും നിറഞ്ഞ ക്രിസ്മസ് സമാഗതമായി. നാടെങ്ങും നക്ഷത്രപ്രഭയാൽ നിറഞ്ഞു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങളാണ്. ദേവപുത്രന് സാക്ഷ്യം നൽകാൻ ദൈവം തന്നെ അയച്ച ഒരു മനുഷ്യനാണ് യോഹന്നാൻ. വെളിച്ചത്തിന് സാക്ഷ്യം നൽകാനും എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചമായ ദൈവപുത്രനെ മനുഷ്യ മനസ്സുകളിലേക്ക് സ്വീകരിക്കാൻ യോഹന്നാൻ സാക്ഷ്യം നൽകി. മനുഷ്യരായി ജീവിച്ച് എല്ലാവർക്കും ഒരു വെളിച്ചമായി മാറുമ്പോഴാണ് നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി മാറുന്നത്. തന്നെ വിശ്വസിക്കുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും നന്മയുടെ പുതു ഓർമ്മയായി ഒരു ക്രിസ്മസ് കൂടി സമാഗതമായിരിക്കുകയാണ്. 1000 പുൽക്കൂടുകളിൽ 1000 ഉണ്ണികൾ പിറന്നാലും എൻ്റെ ചങ്കിൽ അവൻ ഇടമില്ലെങ്കിൽ ക്രിസ്മസ് വെറുതെയാണ്. അതിനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. ആമേൻ. വിണ്ണിലെ ദൂതഗണങ്ങളോടൊത്തു നാം പുൽക്കൂട്ടിൽ ഉണ്ണിയെ പാടി സ്തുതിക്കുമ്പോൾ അത്യുന്നതങ്ങളിൽ സ്തുതിയോടെ ഗീതകം മന്നിനു ശാന്തിതൻ മന്ത്രമായൊഴുകിടും. നോമ്പിൻ ദിനങ്ങൾ വിശുദ്ധീകരിക്കുവാൻ ശുദ്ധിതൻ പാതയിൽ നിത്യം ചരിച്ചിടാം. പതറാതെ തളരാതെ പുൽക്കൂടു പൂകാവാൻ പരിശുദ്ധ അമ്മ തൻ കൈകൾ പിടിച്ചിടാം.